അമിതവണ്ണവും വെയിറ്റ് ലോസ് ഡയറ്റും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. നാം ഇപ്പോൾ ഒത്തിരിയായി കേൾക്കുന്ന ഒരു വിഷയമാണ് അമിതവണ്ണം അല്ലെങ്കിൽ ഒബീസിറ്റി എന്നതൊക്കെ. പല രീതിയിലുള്ള വെയിറ്റ് ലോസ് മാർഗ്ഗങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത്. അതിൽ ചുരുക്കം ചില മാർഗ്ഗങ്ങൾ നല്ലതായിരിക്കാം, എന്നാൽ ഒട്ടുമിക്കതും ശരീരത്തിന് അഡ്വേഴ്സ് ഇഫക്റ്റ് തരുന്നതോ അല്ലെങ്കിൽ ദോഷകരമായിട്ട് ബാധിക്കുന്നതോ ആയി മാറാറുണ്ട്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോയുടെ ലാസ്റ്റ് സംസാരിക്കാം. ആദ്യം നമുക്ക് അമിതവണ്ണം അല്ലെങ്കിൽ ഒബീസിറ്റി എന്താണെന്നുള്ളത് നോക്കാം. ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവ് ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും വിധം വർദ്ധിക്കുന്ന ഒരു അവസ്ഥയാണ് അമിതഭാരം അല്ലെങ്കിൽ പൊണ്ണത്തടി എന്നീ അവസ്ഥകൾ. BMI എന്ന ഒരു അളവ് ഉപയോഗിച്ചിട്ടാണ് ശരിക്കും അമിതഭാരമാണോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഓവർവെയ്റ്റ് ആണോ ഒബീസിറ്റി ആണോ എന്നൊക്കെ കണക്കാക്കപ്പെടുന്നത്. ഒരു വ്യക്തിയുടെ ശാരീരിക ഭാരം ആ വ്യക്തിയുടെ പൊക്കത്തിനനുസൃതമായിരിക്കണം, അല്ലെങ്കിൽ ഹൈറ്റിന് പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കണം വെയിറ്റ്. ഇതിനെ ഐഡിയൽ ബോഡി വെയ്റ്റ്, ഒപ്റ്റിമം വെയ്റ്റ് എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ആക്ച്വൽ വെയ്റ്റ് ഐഡിയൽ ബോഡി വെയ്റ്റിനെക്കാട്ടിലും ഒരു 20% കൂടുതലാണെങ്കിൽ അതിനെ ഒരു അമിതഭാരമായി കണക്കാക്കാറുണ്ട്. എക്സസ് ആയിട്ട് വരുന്ന ഓരോ വെയ്റ്റും എക്സസ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന ഫാറ്റായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇത് നമുക്ക് തിരിച്ചറിയാനായിട്ട് BMI എന്ന അളവാണ് ഉപയോഗിക്കുന്നത്. BMI എന്ന് പറഞ്ഞാൽ പലർക്കും അറിയായിരിക്കും, ബോഡി മാസ് ഇൻഡെക്സ് ആണ്. നമ്മുടെ ഹൈറ്റും വെയ്റ്റും മാത്രം മതി നമുക്കിതിൻ്റെ അളവ് അറിയാനായിട്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് BMI 25 മുതൽ 29.9 വരെ ആയാൽ അതൊരു ഓവർവെയ്റ്റ് ആയിട്ടും 30-30 മുകളിലോട്ടുള്ള BMI അതൊരു ഒബീസിറ്റി ആയിട്ടുമാണ് കണക്കാക്കുന്നത്. എന്നാൽ ഏഷ്യൻ പസഫിക് റെക്കമെൻഡേഷൻ അനുസരിച്ച് 23 മുതൽ 24.9 വരെ അതൊരു ഓവർവെയ്റ്റ് ആയും 25 അതിന് മുകളിലോട്ടുള്ളത് ഒബീസിറ്റി ആയിട്ടുമാണ് കണക്കാക്കുന്നത്. നമ്മുടെ ഒരു ടാർഗറ്റ് BMI വേണ്ടത് 22-23 ആണെങ്കിൽ പോലും BMI ഒരു 25-നുള്ളിൽ അല്ലെങ്കിൽ 25-നകത്ത് നിർത്തുന്നത് എപ്പോഴും നമ്മളുടെ ഹെൽത്ത് റിസ്ക്, മറ്റുള്ള അസുഖങ്ങൾ വരാനുള്ള ഹെൽത്ത് റിസ്ക് കുറയ്ക്കാൻ സാധിക്കും. വേസ്റ്റ് സർക്കംഫറൻസും നമ്മുടെ ഹെൽത്ത് സ്റ്റാറ്റസ് അറിയാൻ സാധിക്കുന്ന ഒരു അളവാണ്. വേസ്റ്റ് സർക്കംഫറൻസ് അതായത് നമ്മുടെ വേസ്റ്റിൻ്റെ സർക്കംഫറൻസ് പുരുഷന്മാരിൽ 90 സെൻറ്റിമീറ്ററിന് താഴെ നിർത്തുന്നതും അതുപോലെ സ്ത്രീകളിൽ 80 സെൻറ്റിമീറ്ററിന് താഴെ നിർത്തുന്നതും ഹെൽത്ത് റിസ്ക് കുറയ്ക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിലെ എക്സസ് ഫാറ്റിൻ്റെ അക്യുമുലേഷൻ ശരീരത്തിൻ്റെ ഹോർമോണൽ ഇംബാലൻസ് വരുത്താനും അതുപോലെ മെറ്റബോളിക് എറേഴ്സ് ഉണ്ടാവാനും അതുവഴി ജീവിതശൈലി രോഗങ്ങളായ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസസ്, അതുപോലെ സട്ടൺ ക്യാൻസേഴ്സ് ഇതിലേക്ക് നയിക്കാനും സാഹചര്യമൊരുക്കാറുണ്ട്. അതുപോലെ തന്നെ PCOD ഒക്കെ ഉള്ളവരാണെങ്കിൽ അതൊരു PCODയുടെ ഒരു സിവിയർ ഫോമിൽ പോകാനുള്ള സാധ്യതകളും കൂടുതലാണ്. ഇങ്ങനെ ശരീരത്തിൻ്റെ വെയ്റ്റ് ഇത്രയും കൂടാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഒരു ഓവർ വെയ്റ്റിലേക്ക് പോകാനോ അല്ലെങ്കിൽ ഒബീസിറ്റി ലെവലിലേക്ക് പോകാനോ പല കാരണങ്ങളുണ്ടാകാം. ഓരോ വ്യക്തിക്കും കാരണങ്ങൾ ഡിഫറൻ്റ് ആയിരിക്കാം. ഒട്ടുമിക്ക ആൾക്കാരും ചിലപ്പോൾ ഭക്ഷണപ്രിയരായതുകൊണ്ടോ അല്ലെങ്കിൽ ഒത്തിരിയായിട്ട് ഭക്ഷണം കഴിച്ചതുകൊണ്ടോ ആയിരിക്കില്ല അവർക്ക് ഇത്രയും വെയിറ്റ് കൂടുന്നതോ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലെത്തുന്നതോ. അപ്പോൾ പല കാരണങ്ങൾ ഉണ്ട്. അതിൽ നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന ചില കാരണങ്ങൾ നോക്കാം. ഒന്ന് ജനറ്റിക്സ് ആണ്. ജനിതകപരമായിട്ടുള്ള ചില ഇഷ്യൂസ് നമ്മുടെ ശരീരത്തിലെ എനർജി ബാലൻസ് നിലനിർത്താൻ സാധിക്കാതെയോ അല്ലെങ്കിൽ മെറ്റബോളിക് എറേഴ്സ് വന്നിട്ടോ ഹോർമോണൽ ഇംബാലൻസ്, ഈ ഒരു ജനിതക ഇഷ്യൂ കാരണമുള്ള ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ വന്നിട്ടോ വെയിറ്റ് ഗെയിൻ വരുന്നവരുണ്ട്. രണ്ടാമതായിട്ട് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സാണ്. നമ്മുടെ ചുറ്റുപാടുകളും അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളും ഒക്കെ നമ്മുടെ ഒരു ഡയറ്ററി ഹാബിറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫുഡ് പാറ്റേണിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ കലോറി മൂല്യം കൂടിയ ഭക്ഷണ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ സാഹചര്യങ്ങൾ കൂടുകയും അതുമല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിൻ്റെ അവൈലബിലിറ്റി ഇല്ലാണ്ടിരിക്കുന്നതുമൊക്കെ വെയിറ്റ് ഗെയിനിനുള്ള കാരണങ്ങളായേക്കാം. അടുത്തതായിട്ട് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സാണ്. സ്ട്രെസ്സ് കൂടുമ്പോൾ ചിലർ ഒരു ഇമോഷണൽ കംഫർട്ടായിട്ട് കാണുന്നത് ഫുഡായിരിക്കും. അതും ഒരു വെയിറ്റ് ഗെയിനിലേക്ക് നയിക്കാറുണ്ട്. ചില മെഡിക്കേഷൻസും ചിലപ്പോൾ ഇതിന് കാരണമാകാറുണ്ട്. ചില അസുഖങ്ങൾക്ക് കഴിക്കുന്ന മെഡിസിൻസ് വെയിറ്റ് ഗെയിൻ കൂടുന്ന കണ്ടൻസ് ഉള്ളതായിരിക്കാം. അത് പക്ഷേ നമുക്ക് ഇതറിയാമെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ അത് നിർത്താൻ പറ്റുന്ന സാഹചര്യങ്ങളായിരിക്കില്ല. അതും ഒരു വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കുന്ന കാരണങ്ങളിലൊന്നാണ്. ഇതിൽ എന്ത് തന്നെ കാരണങ്ങളായാലും നല്ലൊരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ നമുക്ക് ഈ ഇത്തരം സാഹചര്യങ്ങൾ ശരിക്കും മാറ്റിക്കൊണ്ടുവരാൻ സാധിക്കാറുണ്ട്. ഒരു വെയിറ്റ് ലോസ് മാർഗം സ്വീകരിക്കുന്നതിന് മുന്നേ ആയിട്ട് ആദ്യം നമ്മളുടെ വെയിറ്റ് ഇത്രയും കൂടാനുള്ള കാരണം എന്താണെന്നുള്ളത് അറിയുക. അതുപോലെ ഇപ്പോഴത്തെ കറണ്ട് ഹെൽത്ത് സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് അതൊരു ഡോക്ടറുടെയോ അല്ലെങ്കിൽ ഡയറ്റീഷ്യൻ്റെയോ നിർദ്ദേശപ്രകാരം ഹെൽത്ത് ചെക്കപ്പ് ചെയ്ത് ഇപ്പോഴത്തെ ബ്ലഡ് വാല്യൂസിൽ എന്തെങ്കിലും ഇമ്പയർമെൻ്റ് ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹെൽത്ത് കണ്ടീഷൻ
പ്രോബ്ലമായിട്ട് നിൽക്കുന്നുണ്ടോ എന്നുള്ളതെല്ലാം ആദ്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനുശേഷം മാത്രം വെയിറ്റ് ലോസിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം നടക്കുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാരും ആവശ്യമില്ലാത്തതും അല്ലെങ്കിൽ അശാസ്ത്രീയമായിട്ടുള്ളതുമായിട്ടുള്ള ഡയറ്ററി മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. വെയിറ്റ് ഗെയിനിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണെന്ന് പോലും അറിയാതെ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഡയറ്റുകളും അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു കേട്ടുള്ള അറിവ് വെച്ചിട്ടുള്ള ഡയറ്റ് മാർഗ്ഗങ്ങളും സ്വീകരിക്കുന്നവരും ഉണ്ട്. ഇത് പലപ്പോഴും ഭക്ഷണം ഒരുപാട് കുറച്ച് പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കുന്ന ക്രാഷ് ഡയറ്റുകളാവാം. ഇതൊരു പെട്ടെന്നൊരു വെയിറ്റ് ലോസ് വരുത്തുമെങ്കിൽ പോലും കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിന് തുല്യമായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയായിട്ടോ വെയിറ്റ് ഗെയിൻ അല്ലെങ്കിൽ റീഗെയിൻ ചെയ്യപ്പെടുന്നതായിട്ടാണ് കാണാറുള്ളത്. ഇങ്ങനെ ദീർഘകാലം അശാസ്ത്രീയമായിട്ടുള്ള ഡയറ്റുകൾ ഫോളോ ചെയ്യുന്നത് ഹെയർ ഫോൾ, അതുപോലെ കോൺസ്റ്റിപ്പേഷൻ, മൈക്രോന്യൂട്രിയൻ ഡെഫിഷ്യൻസി, അതുപോലെ തന്നെ ഉദരസംബന്ധമായ രോഗങ്ങൾ, ഹാർട്ട് ഫെയിലുവർ എന്നിവ ഉണ്ടാകാൻ കാരണമാകാറുണ്ട്. ഇത്തരം ക്രാഷ് ഡയറ്റുകൾ ഇത്രയേറെ പ്രചാരത്തിൽ വരാനുള്ള കാരണം തന്നെ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും എന്നുള്ള വാഗ്ദാനങ്ങളാണ്. ശരിക്കും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കൊരു വെയിറ്റ് ഗെയിൻ ഉണ്ടാവുന്നത് 10 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 15 ദിവസം കൊണ്ടോ അല്ല. നമ്മളൊരു ലോങ് പീരീഡ് ഓഫ് ടൈമിൽ നമ്മുടെ ഒരു ഡയറ്ററി പാറ്റേൺ മാറുകയോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ വിഷയങ്ങൾ കൊണ്ടിട്ടോ ആയിരിക്കും നമുക്കൊരു വെയിറ്റ് ഗെയിൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്രയും ടൈം എടുത്ത് നമുക്കുണ്ടാകുന്ന ഒരു വെയിറ്റ് 10-15 ദിവസത്തിൽ പെട്ടെന്ന് കുറയ്ക്കാൻ നോക്കിക്കഴിയുമ്പോൾ അതിൻ്റേതായ സൈഡ് എഫക്റ്റുകൾ ശരീരത്തിന് തീർച്ചയായിട്ടും ഉണ്ടാവും. ശരിക്കും അപ്പോൾ എത്ര വെയിറ്റ് നമുക്കൊരു ലിമിറ്റഡ് ടൈമിൽ കുറയ്ക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1/2 കിലോ മുതൽ 1 കിലോ വരെ, അതായത് 500 ഗ്രാംസ് മുതൽ ഒരു 1 kg വരെ ഒരാഴ്ചയിൽ കുറയ്ക്കാം. അതുപോലെ തന്നെ അങ്ങനെ നോക്കുമ്പോൾ ഒരു മാസം കൊണ്ട് ഒരു 3 മുതൽ 4 കിലോ വരെ കുറയ്ക്കാവുന്നതാണ്. ഇതാണ് ശരിക്കും ഒരു ഐഡിയൽ വെയിറ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒട്ടുമിക്കപ്പോഴും ഇത്തരം ഡയറ്റ് മാർഗ്ഗങ്ങളിൽ ചിലപ്പോൾ ചില സപ്ലിമെൻറ്റ്സോ അല്ലെങ്കിൽ ചില ജ്യൂസുകളോ അങ്ങനെയൊക്കെയുള്ള രീതികൾ വരാറുണ്ട്. ഇത്തരത്തിലുള്ള രീതികളിലൊന്നും ശരിക്കും നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ ഒരു മോഡിഫിക്കേഷൻസ് വരുത്താനോ അല്ലെങ്കിൽ ഡയറ്ററി പാറ്റേണിൽ ഒരു മോഡിഫിക്കേഷൻ വരുത്താനോ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിനോടുള്ള ആ ഒരു മെൻ്റൽ ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്തെടുക്കാനോ ഒന്നും ഇത് സഹായകമാകാറില്ല. ശരിക്കും നമുക്കൊരു ഐഡിയലായിട്ട് വെയിറ്റ് കുറച്ച് അത് നമുക്ക് സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫ് സ്റ്റൈലിലാണ് മോഡിഫിക്കേഷൻസ് വരുത്തേണ്ടത്. ശരിക്കും നമ്മുടെ ഡയറ്ററി പാറ്റേണിൽ നല്ലൊരു വ്യത്യാസം വരണം. അപ്പോൾ ശരിയായ രീതിയിലുള്ള ഒരു വെയിറ്റ് ലോസ് മാർഗം എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി തന്നെ നാം മനസ്സിലാക്കേണ്ടത്, വെയിറ്റ് ലോസ് ചെയ്യുന്നത് നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് മനസ്സിലാക്കുക. നമുക്ക് ലുക്സിൽ മാറ്റം വരുത്തുന്നതിനെക്കാട്ടിലും വെയിറ്റ് കുറച്ചുകൊണ്ട് നമ്മുടെ ഹെൽത്തിൽ മാറ്റം വരുത്തുക, നമ്മുടെ ഹെൽത്ത് സ്റ്റാറ്റസ് ഓക്കെ ആക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ് തിങ്. അടുത്തതായി വെയിറ്റ് നമുക്ക് എത്രയാണ് എക്സസ് ആയിട്ട് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക. പിന്നെ ഇപ്പോഴത്തെ കറണ്ട് ഹെൽത്ത് സ്റ്റാറ്റസ് എന്താണെന്നുള്ള അറിയുക. ഇനി ഡയറ്റും എക്സസൈസും രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ലൈഫ് സ്റ്റൈലിലാണ് മോഡിഫിക്കേഷൻസ് വരുത്തേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. അതിനകത്ത് ഇപ്പോൾ ഡയറ്റ് മാത്രം വെച്ചിട്ടൊരു വെയിറ്റ് ലോസ് വരുത്തുന്നതോ അല്ലെങ്കിൽ എക്സസൈസ് മാത്രം ചെയ്തിട്ട് വെയിറ്റ് ലോസ് വരുത്തുന്നതോ രണ്ടും നല്ലൊരു ഇമ്പാക്റ്റ് ആയിരിക്കില്ല നമുക്ക് തരുന്നത്. അപ്പോൾ രണ്ടിനും പാരലലായിട്ട് നമ്മൾ രണ്ടും കൊണ്ടുപോവുക, രണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ ഡയറ്റ് നോക്കുമ്പോൾ അത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. ഡയറ്റ് അതിൽ കസ്റ്റമൈസ് ചെയ്യേണ്ടി വരും. ജീവിത സാഹചര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ഫുഡ് പ്രിഫറൻസസും അതുപോലെ തന്നെ എക്സസൈസ് പാറ്റേണും അല്ലെങ്കിൽ ആക്ടിവിറ്റി ലെവലും ഒക്കെ നോക്കിയിട്ട് നമ്മുടെ ഡയറ്റിൽ കസ്റ്റമൈസ് ചെയ്ത് വേണം നമ്മൾ ഡയറ്റ് എടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഡയറ്റിനെ ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നാൽ കുറച്ച് ബേസിക്കായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഒരു വെയിറ്റ് ലോസ് വരുത്താൻ വേണ്ടിയിട്ട് ബേസിക്കായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഞാനിവിടെ ഒന്ന് പറയാം. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ടൈം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഒരു ആഹാരക്രമത്തിൽ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറക്റ്റ് ടൈമിന് പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യം രാവിലെ എണീറ്റ ഉടനെ തന്നെ നന്നായിട്ട് കുറച്ച് വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം കറക്റ്റ് ആക്കുക. 8 മണിക്കുള്ളിലായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ചെയ്യാൻ നോക്കുക. ഫസ്റ്റത്തെ നമ്മുടെ മീൽ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ കറക്റ്റ് ടൈമിന് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ബാക്കിയുള്ളത് ഓട്ടോമാറ്റിക്കലി കുറച്ച് ടൈം എടുത്ത് സെറ്റ് ആയിക്കോളും. അതുപോലെ ഡിന്നറിനും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു ടൈം കറക്റ്റ് ചെയ്യുന്നതിൽ ഒരു 7:30-ക്കുള്ളിലായിട്ട് ഡിന്നർ ഫിനിഷ് ചെയ്യാൻ നോക്കുക. അതിനുശേഷം ലാർജ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെവി മീൽസ് എടുക്കാതിരിക്കുക മാക്സിമം. അതുപോലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, മെയിൻ മീൽസിൻ്റെ ഇടയിൽ ഹെൽത്തി ആയിട്ടുള്ള ചില സ്നാക്സ് എടുക്കാൻ നോക്കുക.
ഇത്രയും സമയം നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ക്രൈവിങ്സോ അല്ലെങ്കിൽ സ്നാക്കിങ്ങിനുള്ള ടെൻഡൻസിയോ ഒക്കെ വരാം. അപ്പോൾ ടൈം സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ടൈമിൽ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ്, ഹെൽത്തി ആയിട്ടുള്ള ചില ഫുഡ് ഐറ്റംസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊരു എക്സ്ട്രാ ഒരു വിശപ്പ് വരുന്നതോ അല്ലെങ്കിൽ ഒരു സ്നാക്കിങ്ങോ ഒഴിവാക്കാൻ സഹായിക്കും. എന്ത് തരം ഭക്ഷണം കഴിക്കണം എന്ന് നോക്കിയാൽ വീട്ടിൽ തയ്യാറാക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഹോംലി പ്രിപ്പറേഷൻസ് കൂടുതലും പ്രിഫർ ചെയ്യാൻ നോക്കുക. ചില സാഹചര്യങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ഹോംലി ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് അവൈലബിൾ ആയിരിക്കില്ല. അങ്ങനെയുള്ളപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ്. പഞ്ചസാരയുടെ ഉപയോഗം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഉപ്പിൻ്റെ അളവും പരിമിതപ്പെടുത്തുന്നതും വളരെയേറെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. ഉപ്പ് ഒരുപാട് കഴിക്കുക വഴി നമുക്ക് സോഡിയമാണ് കൂടുതലും ബോഡിക്ക് കിട്ടുന്നത്. അപ്പോൾ സോഡിയം അടങ്ങിയ ഭക്ഷണം അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്ത സാധനങ്ങൾ അതല്ലെങ്കിൽ പാക്ഡ് ആയിട്ട് വരുന്ന ഫുഡ് ഐറ്റംസിലെല്ലാം സോഡിയത്തിൻ്റെ അളവ് കൂടുതലായതിനാൽ അതും എല്ലാം പരിമിതമായിട്ട് മാത്രം, വളരെയേറെ പരിമിതമായിട്ട് മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. വ്യായാമത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. വ്യായാമം അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ഒരാഴ്ചയിൽ 5-6 ദിവസങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വ്യായാമം മാത്രം ചെയ്യുക. സ്ട്രെനസ് ആയിട്ടുള്ള എക്സ്ട്രാ വർക്കൗട്ട് ചെയ്യുന്നതും ഒരു ഓവർ ഈറ്റിങ്ങിലേക്ക് ചിലരെ നയിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എക്സസൈസ് മാത്രം ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഭക്ഷണം കഴിഞ്ഞ ഉടൻ കിടക്കാതിരിക്കുക. ഭക്ഷണം കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചില ജോലികൾ എന്തെങ്കിലും ചെയ്യുന്നതും അല്ലെങ്കിൽ മുറ്റത്തൊന്ന് നടക്കുന്നതുമൊക്കെ ഗുണം ചെയ്യും. അത് ശരിയായ രീതിയിലുള്ള ദഹന പ്രക്രിയ നടക്കാനുമെല്ലാം ഇതേറെ ഗുണം ചെയ്യാറുണ്ട്. എന്ന് വെച്ച് ഹെവി ആയിട്ടുള്ള എക്സസൈസ് പെട്ടെന്ന് ചെയ്യണം എന്നല്ല ഉദ്ദേശിച്ചത്. ചെറിയ രീതിയിലുള്ള മുറ്റത്തുള്ള ഒരു നടത്തം അല്ലെങ്കിൽ ചെറിയ ചെറിയ എന്തെങ്കിലും ജോലികളിൽ ഏർപ്പെടുക. വെയിറ്റ് കുറച്ച് ഹെൽത്തി ആകാനും അതുപോലെ മറ്റുള്ള ഡിസീസ് റിസ്ക് കുറയ്ക്കാനും ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഡയറ്റീഷ്യനെയോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റീഷ്യനെയോ കണ്ട് അതിൻ്റെ മാർഗ്ഗങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിട്ട് മാത്രം ഡയറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു.